ബി ജെ പിയുടെ ഒരു നേതാവ് ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളും, അതായത് ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് കേരളത്തിൽ മത്സരം. ഉടനെ മുൻ KPCC ഭാരവാഹി ചാടി വീണു. അദ്ദേഹവും പറഞ്ഞു, ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം. വേറെ സംശയമൊന്നും വേണ്ട കേട്ടോ, എന്തൊക്കെ സംഭവിച്ചു പോയോ എന്നുള്ള സംശയം വേണ്ട. ഇത് ബോധപൂർവമാണ്, അറിയാതെയുള്ളതല്ല. രണ്ടു കൂട്ടരും ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. അത് നേരത്തെയും ചില ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ LDFിൻ്റെ സാന്നിധ്യം ഇവർ നിഷേധിക്കുന്നതുകൊണ്ട് മാത്രം ഇല്ലാതാവുമോ? നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിൽ തുടരുന്ന ഒരു മുന്നണി കേരളത്തിലേ ഇല്ല എന്നൊരു ചിത്രമാണ് ഈ രണ്ടു കൂട്ടരും അവതരിപ്പിക്കാൻ നോക്കുന്നത്. ഇതിലൊരു മാനസിക പൊരുത്തമുണ്ട്. ആ മാനസിക പൊരുത്തത്തിൻ്റെ വേറൊരു ഭാഗം നാം കാണണം. നമ്മുടെ രാജ്യത്ത് BJP ഉയർത്തുന്ന ആപത്തിനെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉയർന്നു വരാറുണ്ട്. അത്തരം അഭിപ്രായം ഉയർന്നു വരുന്ന സംസ്ഥാനങ്ങളിൽ അതിന് പൊതുവായ രൂപവും ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ BJPയുടെ ഒരു B ടീമായി കോൺഗ്രസ് പലയിടങ്ങളിലും BJPയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ്. അതിനുവേണ്ടി സ്വയം കൃതാനർത്ഥമായ നടപടികളും നിലപാടുകളും കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വന്നു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന BJPക്ക് ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് എല്ലാവരും കണക്കാക്കിയത്. കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് ഒന്നിച്ച് കൂട്ടാൻ പറ്റുന്ന സമാജ്വാദി പാർട്ടിയെ പോലുള്ളവരെ അടക്കം അകറ്റിക്കളഞ്ഞു. ആരെയും കൂട്ടാൻ തയ്യാറായില്ല. തങ്ങളൊറ്റക്ക് എന്ന നിലപാടെടുത്തു. എന്തായി? BJP തിരിച്ച് അധികാരത്തിൽ വന്നു. BJPക്കെതിരെ ശക്തമായ വികാരമുയർത്തിയ നടപടികൾ സ്വീകരിച്ച, അതിൻ്റെ ഭാഗമായി ഭരണം തന്നെ കൈക്കലാക്കിയ AAP എന്ന പാർട്ടി, കെജ്രിവാളിൻ്റെ നേതൃത്വം. ഇപ്പോൾ BJP സ്വാഭാവികമായിട്ട് കെജ്രിവാളിനെ ലക്ഷ്യമിട്ടു. BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ മന്ത്രിസഭയിലൊരു പ്രധാനിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ് ഇയാളെയല്ല അറസ്റ്റ് ചെയ്യേണ്ടത് കെജ്രിവാളിനെയാണ്. എങ്ങനെയുണ്ട്? അവിടെ കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് സീറ്റേ ഇല്ല.
BJP എങ്ങനെ പരാജയപ്പെടുത്തുമെന്നാണല്ലോ ആലോചിക്കേണ്ടത്. ആലോചനയിലേക്ക് കോൺഗ്രസ് കടന്നോ? എങ്ങനെ ആം ആദ്മിയെ പരാജയപ്പെടുത്താം എന്നാണ് നോക്കിയത്. ആർക്കായി ഗുണം? ഗുണം BJPക്കായി. എവിടെയൊക്കെ? ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബീഹാറിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉയർന്നു വന്നു. അവിടെ വലിയ തർക്കം. ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ യോജിച്ച അന്തരീക്ഷം വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ആദ്യമേ തന്നെ വലിയ തർക്കം ഉന്നയിക്കും, അന്തരീക്ഷമാകെ വഷളാക്കും. BJPക്കെതിരായ പൊതുവികാരം ഉയർന്നു വരേണ്ട സ്ഥാനത്ത് അതിനെ എതിർക്കേണ്ട വിഭാഗങ്ങളെ ചേരിതിരിഞ്ഞ് അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. അതിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. അതെല്ലാം ആദ്യം ബീഹാറിലുണ്ടായി. സീറ്റുകളുടെ എണ്ണം കൂടണം എന്ന നിർബന്ധം കോൺഗ്രസ്സിന്. അവസാനം യോജിപ്പിൻ്റെ പ്രാധാന്യം കണക്കായിട്ടായിരിക്കും RJD സമ്മതിച്ചു. എന്തായി? ആ സീറ്റുകളിൽ വളരെ ചുരുക്കം എണ്ണത്തിൽ മാത്രമാണ് ജയിച്ചു വരാൻ കോൺഗ്രസ്സിനായത്. RJD ആയിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഗുണമാർക്കായി? BJPക്കായി. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് വന്നു. കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അയഥാർത്ഥമായ അവകാശവാദം മുന്നോട്ട് വെച്ചു. എന്തായി? സീറ്റ് വളരെ കടുത്ത വിലപേശി വാങ്ങി, നഷ്ടപ്പെട്ടു. അവിടെ ഇപ്പോൾ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിരിക്കുന്നു. അവരുടെ പാർട്ടിക്കുള്ള സ്വാധീനം കൊണ്ട് ആ ഭൂരിപക്ഷം നേടാനായി. എന്നാൽ നല്ല നിലക്ക് ജയിച്ചു വരുമായിരുന്നു, നല്ല അംഗത്വം ഉണ്ടാകുമായിരുന്നു. അതില്ലാതാക്കി കോൺഗ്രസ്. ഇങ്ങനെ ഏത് സംസ്ഥാനമെടുത്താലും കോൺഗ്രസ് BJPയുടെ ഒരു B ടീമായി പ്രവർത്തിക്കുകയാണ്. അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, അതിനാവശ്യമായ കളമൊരുക്കി കൊടുക്കുകയാണ്. ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ സംഭവിക്കുന്നത് നമ്മൾ കാണണം. ഇവിടുത്തെ കാര്യം പിന്നെ പറയാനില്ല. എല്ലാ കാര്യങ്ങളും അവർ ഏകോദര സഹോദരങ്ങളായിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലായ്പ്പോഴും അതിനനുസൃതമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. നാടിനെതിരെ രണ്ടു കൂട്ടരും ഒന്നിച്ചണിനിരക്കുകയാണ്.